ഓക്കെ. ഗുഡ് ഈവനിങ് എവറിബഡി. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ 8:05 തുടങ്ങാന്നേലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് രണ്ട് ആൾക്കാർ വന്ന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ മോഡിൽ വരാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. ആഹ് അങ്ങനെ ആകുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതേപോലെ ഓക്കെ. മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇന്നത്തെ നമ്മള് ടോപ്പിക് എന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ് ആണ്. അതായത് നമ്മളെ ലക്ഷ്യങ്ങളെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ന്യൂ ഇയർ അനുബന്ധിച്ചിട്ട് ഞാൻ ന്യൂ ഇയർ രണ്ട് മൂന്ന് ടോപ്പിക്സ് ഇങ്ങനെ സീരീസ് ആയിട്ട് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ആദ്യത്തെ ന്യൂ ഇയർ സീരീസിൽ വരുന്നത് എടുത്ത ടോപ്പിക് എന്തായിരുന്നു വെച്ചാല് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്ക് പുതിയ വർഷത്തിൽ പുതുവർഷത്തിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ നല്ലൊരു മൈൻഡ് സെറ്റ് വെക്കാം എന്നുള്ളത് അല്ലെ. അതായത് നല്ലൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ സെഷനില് നമ്മളൊരു സ്റ്റേറ്റ് ഓഫ് ബീങ്, നമ്മൾ ഏത് സ്റ്റേറ്റ്, മെന്റൽ സ്റ്റേറ്റ് ഇതേപോലെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൂഡ് ഓഫ് മൈൻഡ് സെറ്റ് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ലക്ഷ്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗോൾ സെറ്റിംഗ് എന്നാണ് അല്ലെ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു കടല്, വിശാലമായി കിടക്കുന്ന ഈ വലിയ കടലില് ഒരു കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കപ്പലിന് എങ്ങോട്ടാണ് പോവേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഓക്കെ. അതിന്റെ ദിശയില്ല, ഡയറക്ഷൻ അറിയില്ല, എങ്ങോട്ട് പോകണമെന്ന ദിശ അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ കപ്പലിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലെ. ആ കപ്പൽ ഇങ്ങനെ കടലിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി 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 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ അതിനൊരു തീരത്തെത്താൻ പറ്റില്ല. ഓക്കെ. അത് ആ കടലിൽ തന്നെ ആയിരിക്കും. അതിന് എത്രത്തോളം കാലം അതിന് കടലിൽ നിൽക്കാൻ പറ്റത്രത്തോളം കാലം കടലിലായിരിക്കും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ. ഇതേപോലെയാണ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്തോടത്തോളം കാലം നമ്മുടെ ജീവിതവും ഇതേ ഒരു പോലെ ആയിരിക്കും. അതായത് കപ്പലിന് തുല്യമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. കാരണം വി ഡോണ്ട് നോ ദി ഡയറക്ഷൻ. അപ്പൊ നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ഡയറക്ഷൻ ഉണ്ടാകുന്നത്, ഒരു ഗതി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഗതി കിട്ടാത്ത ആത്മാക്കളെ പോലെ നമ്മളെ ജീവിതവും ഇങ്ങനെ 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 അലയേണ്ടി വരും എന്നുള്ളതാണ്. സോ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പം എ ഡ്രീം വിത്തൗട്ട് എ ഗോൾ ഇസ് സിംപ്ലി ജസ്റ്റ് എ ഡ്രീം എന്ന് പറയും അല്ലെ. ഒരു സ്വപ്നം, നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. എന്തോരോ സ്വപ്നം ഉണ്ടാവും, ഒരുപാട് തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. അത് കുട്ടിക്കാലം മുതൽ ഇതാ ഇപ്പൊ വയസ്സ് 50 ആയാലും സ്വപ്നങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കുറവൊന്നുണ്ടാവും, ആശകൾക്കൊന്നും ചിലപ്പോൾ ഒരു കുറവൊന്നും ഉണ്ടാവില്ല, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഉണ്ടായ ഈ സ്വപ്നങ്ങളൊക്കെ ഓക്കെ, കുറെ സ്വപ്നങ്ങളിൽ എത്രത്തോളം പൂവണിഞ്ഞിട്ടുണ്ട്, എത്രത്തോളം സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. കാരണം ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ സ്വപ്നങ്ങള്, ഏതൊക്കെ സ്വപ്നങ്ങളാണ് ശരിക്കും നമ്മൾ കാണേണ്ടത്, ആഗ്രഹിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എ ഡ്രീം വിത്തൗട്ട് എ ഗോൾ ഇസ് ജസ്റ്റ് എ ഡ്രീം. അതായത് നമ്മൾ പകല് ഉറങ്ങുമ്പോ കാണുന്ന ഡ്രീം ആണെങ്കിൽ, APJ അബ്ദുൽ കലാം പറയുന്നുണ്ട് അല്ലെ, ഉറങ്ങുമ്പോ കാണുന്ന ഡ്രീം ആണെങ്കിൽ എന്താണ് സംഭവിക്കുക, അതിന് ജീവൻ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പകല് നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കണം. അപ്പോഴാണ് നമ്മൾ നല്ല ജീവനുള്ള സ്വപ്നങ്ങൾക്ക് ഉടമയാവുക എന്നുള്ളതാണ്. അപ്പൊ ജീവനുള്ള സ്വപ്നങ്ങൾക്ക് ഉടമയാവുകയാണ് അതിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുക. അപ്പോഴാണ് നമ്മുടെ ജീവിതം നമ്മൾ വിചാരിച്ച പോലെ എന്ത് സംഭവിക്കുന്നത്, ഫുൾഫിൽഡ് ആയിട്ട് വരുന്നതോ, നമ്മൾ എന്താ പറയുക, ഒരു ബ്ലോസം ചെയ്ത് വരുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റാം. സോ നമ്മളെ ഡ്രീം ലൈഫ് നമുക്ക് ലീഡ് ചെയ്യണമെങ്കിൽ, നമ്മളെ ഡ്രീം ലൈഫ് നമുക്ക് ലീഡ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് എ കറക്റ്റ് ഗോൾ. ഗോൾസിനെ നമുക്ക് നിർണ്ണയിക്കണം. അപ്പൊ എൻ്റെ ഒരു മെന്റി ഉണ്ടായിരുന്നു. അപ്പം അവക്ക് അവളുടെ ഒരു വലിയ സ്വപ്നമാണ് എന്ത്,
ഒരു വീട് വെക്കുക എന്നുള്ളത്. അപ്പൊ വീട് വെക്കുക എന്നുള്ളത് എന്താണ്, എല്ലാവർക്കും അറിയാലോ അല്ലെ, അത് എത്രത്തോളം വലിയൊരു സ്വപ്നമായിരിക്കും, വലിയൊരു ആഗ്രഹമാണ്. അതേപോലെ അതിന് ഒരുപാട് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസും ഉണ്ടാവും അല്ലെ. അപ്പം ഇവിടെ എന്താണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നതും ഇത് തന്നെയാണ്. ഒരുപാട് സാമ്പത്തികമായിട്ട് നമുക്ക് എന്താണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൈസ ഉണ്ടാവുക എന്നുള്ളത് ഒരു ആ വീട് ഉണ്ടാവുക എന്നത് പോലെ തന്നെ തുല്യമായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു. അപ്പം ഇത് വീട് പണിക്ക് വേണ്ടിയിട്ട് സ്ഥലം എടുത്തു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ വളരെ ലാഗ് ആയിട്ടാണ്. കാരണം വീട് അത്ര നമ്മുടെ നിർബന്ധമല്ല, പക്ഷെ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ടൈം എന്നൊന്നും പറഞ്ഞില്ല, വീട് ഉണ്ടാക്കണം എന്നുള്ള ഒരു മൂഡിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് എന്തുകൊണ്ട് പൈസ പൈസ ഇല്ല, അതായത് പൈസ ഇല്ല എന്നുള്ളൊരു വിചാരം, ഒരു മൈൻഡ് സെറ്റ്, ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടായിരുന്നു. അത് മാറ്റി കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, വൈ ഡോണ്ട് യു സെറ്റ് എ ടൈം. അങ്ങനെയാണ് ഒരു ടൈം, അതായത് ഇപ്പൊ അവർ ചെയ്തത് എന്താ വെച്ചാൽ വെക്കേഷനിൽ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ഈ ഡേറ്റിന് എന്റെ വീടിന്റെ കുടിരിക്കൽ, അതായത് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ കൂടുതലായിട്ട് പറയുന്നതാണ് കുടിരിക്കൽ, അതായത് ആ ഡേറ്റിന് നമ്മൾ ഹൗസ് വാമിംഗ് ഉണ്ടാവും, ആ ഡേറ്റിന് നമ്മൾ വീട്ടിൽ കയറി കൂടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആദ്യമൊക്കെ അങ്ങനെ പറയുമ്പോൾ ഹസ്ബൻഡൊക്കെ അങ്ങനെ കേട്ടിരിക്കണം, ഇപ്പൊ നടന്നേനെ എന്തൊക്കെ പണിയുണ്ട് ചെയ്ത് തീർക്കാന് എന്നുള്ള മൂഡിലാണ് ഇതാക്കുക. ഈ കണ്ടോ പ്രശ്നമൊന്നുമില്ല, സ്വപ്നം കണ്ടു ഇപ്പൊ ചെലവൊന്നുമില്ലല്ലോ, ഈ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവൾ അതിങ്ങനെ ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അതിനു വേണ്ടി അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന് തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചാല്, അവരുടെ തന്നെ പൈസ എവിടേക്കോ ബ്ലോക്ക് ആയി കിടക്കുന്ന പൈസ ഒക്കെ അവരിലേക്ക് വരാൻ തുടങ്ങി. എന്തൊരു മാജിക്കൽ ആണ് അല്ലെ. അതായത് അവരുടെ കയ്യിൽ അവർക്ക് വീട് പണിക്ക് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ച പല പൈസ അവിടെയും ഇവിടെയും കുടുങ്ങിക്കിടുന്ന പല പൈസകളും അവരിലേക്ക് വരാൻ തുടങ്ങി. അപ്പം ഇവളൊന്നും ചെയ്തിട്ടില്ല, ഇവക്കൊരു ഗോൾ അവള് വെച്ചു, ഈ ഒരു ഡേറ്റിന് ഇന്ന സമയത്ത് ഈ ഒരു മാസം ഞാൻ ഞങ്ങളെ വീട്ടില് ഹൗസ് വാമിംഗ് ഉണ്ടാവും എന്നൊരു ഗോള് വെച്ച സമയത്ത് വാട്ട് ഹാപ്പൻ ഇസ് ഹാപ്പൻ, ആ ഒരു ലക്ഷ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു സ്വപ്നം, ആ ഒരു ഗോൾ ഇട്ട് കൊടുത്തപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് ആ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ പല വഴികളും കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. സോ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് അല്ലെ. അപ്പം ഒരു ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ, ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിന് കൊടുക്കുക എന്നുള്ളതാണ്. ഗോൾ സെറ്റ് ചെയ്ത് അതിന് കൊടുക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടി ആക്ഷൻസും കൂടെ എടുത്തു തുടങ്ങുമ്പോൾ അത് താനേ സംഭവിക്കും. അതായത് നമ്മൾ വലിയ സംഭവമാക്കി കരുതി, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് ഭയങ്കര സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ആണെന്ന് വിചാരിക്കുന്ന കാര്യം ഈസി ആയിട്ട് നമ്മളിലേക്ക് അത് വന്ന് ഭവിക്കും എന്നുള്ളതാണ്. സോ ഇതാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അപ്പൊ എന്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കണം എന്നാണ് പറയുന്നത്. എഴുതി വെക്കുമ്പോഴാണ് അതിന് കൂടുതൽ ചാൻസസ്, അത് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പൊ ഞാൻ ഇതേപോലെ എനിക്ക് തോന്നുന്നു 2023 ഞാൻ ഇതേപോലെ ഒരു ബക്കറ്റ് ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ ബക്കറ്റ് ലിസ്റ്റില് എന്താ വെച്ചാല് ഒരു 100 ആഗ്രഹങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ആഗ്രഹമായിരുന്നു പിന്നെ എനിക്ക് ദുബായിൽ പോകണം എന്നുള്ളത്. അപ്പൊ ഞാൻ ദുബായിൽ പോകണമെന്ന് എഴുതി വെച്ചപ്പോ പിന്നെ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ലായിരുന്നു. ആഗ്രഹങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹങ്ങൾ എഴുതി, അത്രേ ഉണ്ടായിരുന്നു. അപ്പം ഈ ആഗ്രഹങ്ങൾ എഴുതി വെച്ചപ്പോൾ അത് നടക്കുമില്ലെന്നും ഞാനൊരു സംശയം ഇല്ലാതാണ് എഴുതിയത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി മൈ ക്വാളിറ്റി. ഒരു സംശയം ഇല്ലാതെ അത് എന്തായാലും സംഭവിക്കും എന്നുള്ള മൂഡിൽ ഞാൻ ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ എഴുതി പോയത്. ഒരു 100 ആഗ്രഹങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ ഇങ്ങനെ എഴുതി പോയത്. അതിലൊന്നായിരുന്നു ഞാൻ ദുബായിൽ പോകുന്നത്. അപ്പൊ ഞാൻ ആരെ കൂടെ പോകുമ്പോൾ എങ്ങനെ പോകുന്നൊന്നും എഴുതിയില്ല, പക്ഷെ ഞാൻ ദുബായിൽ എനിക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഞാൻ എഴുതി വെച്ചു. പിന്നെ ഞാൻ പിന്നെ ആ 100 ആഗ്രഹങ്ങൾ ഞാൻ പിന്നെ നോക്കാനോ മറിച്ച് നോക്കാനോ പോയിട്ടില്ല. കാരണം പിന്നെ എന്നത് വിട്ടുപോയി കുറച്ച് കാലത്തിന് ശേഷം. പിന്നെ ഇയർ ഉണ്ടായപ്പോഴാണ് എനിക്ക് ഇതിങ്ങനെ ഓർമ്മ വന്നത്, ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് അതിന്റെ സ്ഥിതി എന്ന്. അങ്ങനെ ഞാനത് എടുത്തു നോക്കുമ്പോൾ അതിൽ ഓൾമോസ്റ്റ് 70% കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്റെ മനസ്സിൽ നിന്ന് അത് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഞാനത് എന്താ പറയാ, ഞാനത് അതിന്റെ പിന്നാലെ പോയിട്ടേ ഇല്ല. പക്ഷെ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ്, കറക്റ്റ് ഒരു കൊല്ലം ആവുമ്പോൾ ഞാനത് എടുത്തു നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 70% നടന്നു കഴിഞ്ഞ കാര്യം. അത് വലിയ വലിയ കാര്യങ്ങളല്ല, ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളുണ്ട്, അതായത് കുറച്ച് സംഭവമായിട്ടുള്ള കാര്യമുണ്ട്, വലിയ കാര്യങ്ങൾ.
അപ്പം അതിലൊന്നായിരുന്നു എന്ത്, എനിക്ക് ദുബായിൽ പോകണം എന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ ട്രെയിനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്തു, ദുബായിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ഇതാണ് ദാറ്റ് ഇസ് എ പവർ ഓഫ് റൈറ്റിംഗ്. അതായത് നമുക്കൊരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഗോൾസും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ എഴുതിയും കൂടി വെക്കുമ്പോൾ അതിന്റെ പവർ ഒന്ന് വേറെയാണ്. കാരണം നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ കൈകൾ കൊണ്ട് അവിടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും കൂടിയാണ്. അപ്പം ഇവിടെ നമ്മളെ ന്യൂറോൺസ് ഒക്കെ ഈ കൈ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ന്യൂറോൺസ് ഒക്കെ എന്താണ്, ഇറ്റ് ഈസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ ആക്ഷൻ. അപ്പം ഇതെന്താണ് ബ്രെയിനിലേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യുമ്പോൾ ഈ ബ്രെയിനിന് നമ്മൾ എന്താണ് എഴുതുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവുകയും ചെയ്യും. സോ ഈ ഒരു കാര്യം സംഭവിക്കാൻ ചാൻസസ് വളരെ 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 കൂടുതലാണ്. ഈവൻ ഫോർ റിസർച്ചേഴ്സ് 1980s നടന്ന ഒരു റിസർച്ചേഴ്സിന്റെ ഫലത്തെ, അതായത് പുറത്ത് നടന്ന വെസ്റ്റേൺ വേൾഡിൽ നടന്ന റിസർച്ചേഴ്സിന്റെ ഫലമായിട്ട് അവർ പറയുന്നുണ്ട് എന്താണ്, അപ്പൊ അബൌട്ട് 80% ആൾക്കാരും, ഈ ലോകത്തിലെ 80% ആൾക്കാർക്കും ഗോളില്ല, ലക്ഷ്യങ്ങളില്ല, അവർ ഇങ്ങനെ ജീവിച്ചു പോകുന്നേ ഉള്ളൂ. ബാക്കി വരുന്ന 30% ആൾക്കാരിൽ ഗോളുണ്ട്. പക്ഷെ അതിൽ തന്നെ ഓൺലി 3% ആൾക്കാർ മാത്രമേ അത് എഴുതി വെച്ച് അതിന്റെ പിന്നാലെ കൂടാറുള്ളൂ എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും ഗോൾ ഉണ്ടാവും, അത് മെന്റലി ആണ്, എന്താണ് മൈൻഡിലാണ് പലപ്പോഴും അവർ എഴുതി വെക്കുന്നത്. ഈ മൈൻഡിൽ എഴുതി വെക്കുന്നതിന് പകരം നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്ത് അതൊന്ന് അതിലേക്ക് പകർത്തി വെക്കുമ്പോൾ അതിന് ഭയങ്കര പവർഫുൾ ആണ്. അപ്പൊ ഈ 3% ആൾക്കാർ, ഈ വേൾഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന ഐക്യകണ്ഠേന പറയുന്ന ഒരു കാര്യമാണ്, ജസ്റ്റ് റൈറ്റ് യുവർ ഗോൾസ് ഡൗൺ ഓൺ എ പേപ്പർ. നിങ്ങൾ പേപ്പറിൽ അതൊന്ന് എഴുതി വെച്ചാല് എന്നിട്ട് നിങ്ങൾ കാണുന്ന സ്ഥലത്തും കൂടെ വെക്കുകയാണെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഇപ്പൊ നമുക്ക് ബോബ് പ്രോക്ടർ എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മൈൻഡ് പവർ കോച്ചിനൊക്കെ ഗോൾ കാർഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സംഭവം തന്നെ. അതായത് ഒരു കാർഡ് പോലെ തെ- ആക്കിയിട്ട് നിങ്ങൾ അതിൽ നിങ്ങളെ ഗോൾസ് സെറ്റ് ചെയ്യുക, എന്നിട്ട് എപ്പോഴും നിങ്ങളെ പോക്കറ്റിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ പോക്കറ്റിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഹാപ്പൺ ചെയ്യാനുള്ള ചാൻസസ് ആർ വെരി 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 എന്താണ് ഈസിയറും ആയിരിക്കും. അത് ചാൻസസ് ആർ ബിഗർ, അത് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസസ് ആർ വെരി വെരി ബിഗ്. അപ്പം ഇത്ര ഒരു ഇപ്പൊ കഴിഞ്ഞ സെഷൻ തന്നെ ഞാൻ ജിം ക്യാരിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മൈക്ക് ടൈസന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ലെറ്റർ ഉണ്ട്. മൈക്ക് ടൈസന് എന്താണ് വേൾഡ് ഹെവി ലിഫ്റ്റ് ചാമ്പ്യൻ ആവുന്നതിന് മുന്നേ തന്നെ, അതായത് ചാമ്പ്യൻ ആവുന്നതിന് മുന്നേ തന്നെ സെൽഫിന് ഒരു ലെറ്റർ എഴുതി. നമ്മള് സാധാരണ മറ്റുള്ളവർക്കൊക്കെ അല്ലേ ലെറ്റർ എഴുതി, എനിക്ക് ഞാൻ എന്നെ ലെറ്റർ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ മൈക്ക് ടൈസണ് സെൽഫിന് തന്നെ ഒരു ലെറ്റർ എഴുതി. എന്നിട്ട് അതില് മൈക്ക് ടൈസണ് തന്നെ തന്നെ എന്താണ് അഭിസംബോധന ചെയ്യുന്നത്, അതായത് ഓൾറെഡി ഞാനൊരു ചാമ്പ്യൻ ആയിട്ടുണ്ട്, ആ ചാമ്പ്യനെ എന്താണ് അഭിസംബോധന ചെയ്യുന്ന പോലെയാണ് മൈക്ക് ടൈസൺ അതിൽ എഴുതുന്നത്. ഐ നോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് വെരി ചാലഞ്ചിങ് ടു ബിക്കം എ വേൾഡ് ഹെവി ലിഫ്റ്റ് ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. അതായത് ഓൾറെഡി ചാമ്പ്യൻ ആയിട്ട് ഫീൽ ചെയ്ത് ഞാൻ അങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടാണ് ആ ലെറ്റർ എഴുതുന്നത്, അതായത് ചാമ്പ്യൻ ആവുന്നതിന് കുറെ മുന്നേ തന്നെ. സോ അത് അവിടെ എഴുതി വെച്ചപ്പോൾ ആക്ച്വലി അത് ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആ ഒരു കാര്യം അയാളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇതേപോലെയാണ് ഇതിന്റെ റൈറ്റിങ്ങിന്റെ പവർ. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഗോൾസ് എന്താണ്, അത് നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ എഴുതണം. അപ്പൊ എങ്ങനെ ഗോൾസ് എഴുതണം അതും ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയോ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ എഴുതി വെച്ചാൽ അങ്ങനെ അപ്പൊ കാര്യങ്ങൾ നടക്കും ഇല്ല. നമുക്ക് എന്താണ് ഈ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിൽ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് പോലും നമ്മൾ നന്നായി പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ എന്താണ് കാറ്റിൽ അതായത് വെള്ളത്തില് പിന്നെ എന്താണ് എഴുതുന്ന പോലെ ആയി. സോ അതിലൊന്നാമത്തെ കാര്യമാണ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി വെരി സ്പെസിഫിക്. വി ഹാവ് ടു ബി വെരി സ്പെസിഫിക്. എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാം. അപ്പൊ ഞാൻ എൻ്റെ മെന്റിന്റെ കേസ് പറഞ്ഞ പോലെ അവൾക്ക് അവളുടെ ഹൗസ് വാമിങ്ങിന് വേണ്ടത് ഇന്ന ഡേറ്റിനാണ് നമ്മൾ എന്ത് ചെയ്ത് സ്പെസിഫിക് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ അതിന്റെ മുന്നേ ഇത് ചെയ്യുന്നതിന് മുന്നേ അവൾ ഇങ്ങനെ വിചാരിക്കും എനിക്കൊരു വീട് വേണം, ഒരു വീട്ടിലൊക്കെ പെട്ടെന്നൊരു വീടാവണം, ഒരു വീട് എന്ന സ്വപ്നത്തിലേക്ക്
എനിക്ക് അത് പണിയണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ വീട് തന്നേ ഉള്ളൂ, അതിനൊരു സ്പെസിഫിസിറ്റി ഇല്ല. എനിക്കൊരു കാറ് വേണം എന്ന് പറയുമ്പോൾ ഏത് കാറാണ് ഇപ്പൊ നമ്മളൊരു ഷോറൂമിൽ പോയിട്ട് നമ്മൾ ആ സെയിൽസ് മാനോട് പറയണേ എനിക്കൊരു കാറ് വേണമെന്ന് പറയുമ്പോൾ ആ സെയിൽസ്മാൻ എന്താ നമ്മളോട് ചോദിക്കുക, തിരിച്ചു ചോദിക്കുക എന്താണ്, ഏത് കാറാണ് വേണ്ടത്. അപ്പൊ നമ്മൾ പറയാണ് എനിക്കൊരു കാറ് വേണം, എനിക്കൊരു കാറ് മതി എന്ന് പറയുമ്പോൾ ആ സെയിൽസ്മാൻ ആകെ കൺഫ്യൂസ്ഡ് ആവും അല്ലെ. ഇയാൾ എന്താണ് പറയണത്, ഏത് കാറാണെന്ന് പറഞ്ഞാലല്ലേ അയാൾക്ക് അത് കൊടുക്കാൻ പറ്റൂ എന്ന് സെയിൽസ്മാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ചിന്തിക്കും. പിന്നെ നമ്മൾ പറയണം എനിക്കൊരു കാറ് വേണം, കാറ് വേണമെന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഭ്രാന്താണ്. ഏത് കാറാന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ അയാൾക്ക് ഡെലിവർ ചെയ്യും എന്നാ സെയിൽസ്മാൻ. ഇതേപോലെയാണ് നമ്മുടെ മനസ്സിനോടും നമ്മൾ പറയേണ്ടത്. നമ്മുടെ മനസ്സിനെ നമ്മൾ സെയിൽസ്മാൻ ആക്കി വെക്കുകയാണെങ്കിൽ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ക്ലാരിറ്റിയോട് കൂടി പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിന് അത് തരാൻ പറ്റുക. അപ്പൊ നമ്മൾ കാർ ഷോറൂമിൽ പോയിട്ട് എനിക്ക് റെഡ് കളറാണ് വേണ്ടത്, ഈ ബ്രാൻഡ് കാറാണ് വേണ്ടത്, ഇതിന് ഇങ്ങനെ തന്നെ ഫീച്ചേഴ്സ് ഒക്കെ വേണം എന്ന് വ്യക്തമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സെയിൽസ്മാൻ എന്താ പറയാ, ഡൺ, ഇനി നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങളെ വീട്ടിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്തു തരുന്നു പറഞ്ഞിട്ട് ഷെയ്ക്കാൻ എടുത്തിട്ട് അവിടുന്ന് പിരിയാൻ പറ്റും. ഇതേപോലെയാണ് നമ്മൾ നമ്മുടെ മനസ്സുമായി തന്നെ കാണേണ്ടത്. നമ്മുടെ മനസ്സിന് അതായത് നമുക്ക് എന്താണ് വേണ്ടത് എന്ന ക്ലിയർ കട്ട് ഇമേജ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മനസ്സുമായിട്ട് നമുക്ക് ഉണ്ടാവുമ്പോഴാണ് അവിടെ നമുക്ക് അത് നടക്കുക. അപ്പൊ ഗോൾസ് എപ്പോഴും നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് വെക്കണം. സ്പെസിഫിക് ആയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, മൈൻഡിന് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. മൈൻഡിന് കൺഫ്യൂഷൻസ് വന്നാൽ എന്താണ്, നമുക്കൊന്നും ആ മൈൻഡ് നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വരാനും വൈകും ചെയ്യും, ചിലപ്പോൾ അത് കിട്ടിയില്ല എന്ന് വരും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എന്ത് നമ്മള് നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഹാവ് ടു മേക്ക് അവർ ഗോൾസ് വെരി സ്പെസിഫിക്. നമ്മുടെ ഗോൾസ് ഒക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന്. ഇതേപോലെ നമ്മൾ പറയാണ് എനിക്ക് കുറെ പൈസയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ എത്ര പൈസ വേണമെന്ന് കൂടെ നമ്മൾ അവിടെ സ്പെസിഫിക് ആവണം അല്ലെ. എനിക്ക് കുറെ പണം സമ്പാദിക്കണം, ഈ ഇയർ എൻഡ് ആകുമ്പോഴത്തേനും എനിക്കൊരു ബില്യണർ ആവണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് കുറെ പൈസയാണ് സമ്പാദിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് നമ്മുടെ എമൗണ്ട് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയണം. അപ്പം ഈ കുറേ ചിലർ പറയും എനിക്ക് കുറെ സമ്പാദിക്കണം, അപ്പം ഈ കുറെ സമ്പാദിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇന്ന സ്പെസിഫിക് എമൗണ്ട് പറയാം. ഈ സ്പെസിഫിക് എമൗണ്ട് പറയുന്നതിനൊപ്പം തന്നെ ഈ ഒരു ടൈമിൽ വിത്തിൻ ലൈഫ് സ്പാൻ ഓഫ് 1 ഇയർ അല്ലെങ്കിൽ 5 ഇയേഴ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 10 ഇയേഴ്സിന്റെ ഉള്ളിൽ എനിക്ക് ഇത്രയും സമ്പാദിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു സ്പെസിഫിസിറ്റി ഉണ്ട്, അതിനൊരു ക്ലാരിറ്റി ഉണ്ട്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ്, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അത് സംഭവിക്കുക, ഏത് നമ്മുടെ ഗോൾസ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു തുടങ്ങുക എന്നുള്ളത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതേപോലെ തന്നെ നമ്മൾ മണിക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർഷത്തിലാണ് നമ്മൾ ഇത്ര എമൗണ്ട് ഏൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. വർഷത്തിൽ ഞാനൊരു മില്യൺ സമ്പാദിക്കുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നമ്മളൊരു ഈ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു 12 ലക്ഷം ഞാൻ സമ്പാദിക്കുമെന്ന് പറയുകയാണെങ്കിൽ, ഇതൊരു ചെറിയ ഗോളാണ് കേട്ടോ, 12 ലക്ഷം സമ്പാദിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ കൂടെ ചെയ്യണം. ഒരു വർഷം എന്ന് സമ്പാദിക്കും, ഒരു വർഷത്തിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നമ്മൾ അങ്ങനെ പറയും, ഒരു വർഷം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈസിയർ ദാറ്റ് വി ഗെറ്റ് ഫോക്കസ് വിട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ന്യൂ ഇയർ ആകുമ്പോൾ ഒരുപാട് റെസൊല്യൂഷൻസ് എടുക്കും. അപ്പം സാധാരണ ജനുവരിയിൽ നമ്മൾ ഹൈ സ്പിരിറ്റിലായിരിക്കും, എനിക്ക് അത് നേടണം, അങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷെ ഒരു ഫെബ്രുവരി ഒക്കെ എത്തുമ്പോൾ അത് ജസ്റ്റ് അതിന്റെ ഒരു മൊമെന്റം കുറച്ചൊന്ന് കുറയും. ആ ആ എനർജി നമുക്കൊന്ന് കുറച്ചൊരു കുറവുണ്ടാവും. പിന്നെ ഒരു മാർച്ചിലാവുമ്പോൾ എന്താണ് അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ എന്തെങ്കിലും നടക്കാനുള്ള ചാൻസ് ഉണ്ടോ, ഞാനിപ്പോ വെറുതെ ആഗ്രഹിച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും പണിയാവുമോ എന്നൊക്കെ ഒരു ചിന്ത വരും. പിന്നെ പിന്നെ വെക്കേഷൻ ആകുമ്പോൾ പിന്നെ അടിച്ചു പൊളിച്ച് സമയമൊക്കെ വരും. പിന്നെ നമ്മളിവിടെ സംഭവേ മറന്നു. പിന്നെ എപ്പോഴും അത് ഓർമ്മ വരികയെന്ന് വെച്ചാൽ അടുത്ത ന്യൂ ഇയർ ആകുമ്പോൾ ഈ ഡിസംബറിൽ എന്താ സംഭവിക്കുക വെച്ചാല്, ഓ ഞാൻ തോറ്റുപോയി, ഐ എം എ ബിഗ് ലൂസർ, ഇതൊന്നും ഞാൻ എന്ത് വിചാരിച്ചാലും നടക്കില്ല, ഞാൻ എന്ത് വിചാരിച്ചാലും ഇങ്ങനെയുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് എന്റെ കാര്യത്തിലൊന്നും നടക്കുന്നില്ല എന്ന് വരുമ്പോൾ ആക്ച്വലി നമ്മൾ എവിടോ അറിയാതെ നമ്മളെ തോൽപ്പിക്കുകയാണ്. നമ്മൾ തോറ്റു പോകുന്നതല്ല, നമ്മളെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ്, നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ആ ഒരു ചിലപ്പോൾ അതൊരു വലിയ പ്ലാൻ ആയിരിക്കും. ആ വലിയ പ്ലാനിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കര എന്താണ് നമ്മളിങ്ങനെ
ഓ, ഇതെങ്ങനെ സാധിച്ചെടുക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത നമുക്ക് വരാതെ. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുക, അതിനെ ചെറിയ ചെറിയ ഗോൾസ് ആക്കിയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റണം, ഷോർട്ട് ടേം ഗോൾസ് ആക്കി മാറ്റണം. അപ്പം 12 ലക്ഷമാണ് എനിക്കൊരു കൊല്ലം നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു മാസം എനിക്ക് 1 ലക്ഷം നേടണം എന്ന രീതിയിലാക്കാം. അപ്പൊ കുറച്ചും കൂടി ഓക്കെ, ഇത് നടക്കുന്ന കാര്യമാണ്, ഒരു വിശ്വസനീയമായിട്ടുള്ള കാര്യമാണ് 1 ലക്ഷം. ഓക്കെ, ഈ ഒരു മാസം തന്നെ പിന്നെ നമുക്ക് ഓരോ ആഴ്ച നമുക്ക് എത്ര നേടണം എന്ന് നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഓരോ ആഴ്ചയിൽ ഓരോ ദിവസം ഞാൻ എത്ര നേടണം എന്ന് നമുക്ക് ഡിവൈഡ് ചെയ്ത് ചിന്തിച്ച് നോക്കണം. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് കറക്റ്റ് ഫോക്കസിലൂടെ നമുക്കത് പോകാൻ പറ്റുക. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ അവർ മൈൻഡ് ഗെറ്റ് സ്കാറ്റർഡ്, പെട്ടെന്ന് നമ്മളെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ഓരോ ദിവസം ഞാൻ ഇത്ര സമ്പാദിക്കണം എന്ന് നമ്മളെ മൈൻഡിന്, അല്ലെങ്കിൽ ഓരോ വീക്ക് ഞാൻ ഇത്ര സമ്പാദിക്കണം എന്ന് നമ്മളിങ്ങനെ മൈൻഡിന് കൊടുക്കുമ്പോൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫോക്കസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ ഫോക്കസ് തെറ്റാതെ നമുക്ക് ആ വർഷം മുഴുവൻ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതേപോലെ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ടേക്ക് ഇറ്റ് ആസ് എ വൺ ഗോൾ. കുറേ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ കുറേ ഗോൾസ് നമ്മൾ ഒരുമിച്ച് എടുക്കാതെ ഒറ്റ ഗോളിലേക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് അത് നടക്കാം. അപ്പൊ ഈ ഒറ്റ ഗോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതെങ്ങനെ ശരിയാവുക? അപ്പൊ ബാക്കിയുള്ളതൊന്നും നേടണ്ടേ? ഫോർ എക്സാമ്പിൾ, പൈസ മാത്രം മതിയോ, ബാക്കിയൊന്നും വേണ്ടേ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും. പൈസ മാത്രം പോരാ, പക്ഷെ പൈസ ഉണ്ടാക്കുന്നതിലൂടെ എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റും, എന്റെ ഫാമിലീനെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റും, എന്റെ റിലേഷൻഷിപ്പ് എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ ഈ പൈസയിലൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒരേപോലെ നടക്കുന്നുണ്ടെങ്കിൽ ദെൻ ഫോക്കസ് ഓൺ വൺ ആൻഡ് ഡെലിഗേറ്റ് ടു അതേഴ്സ്. അപ്പം ഇത് പൈസ എന്ന ഒറ്റ ഗോളിലേക്ക് മാത്രം വെക്കേണ്ട ആവശ്യമില്ല. ബാക്കി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക്, അപ്പൊ നല്ല ആരോഗ്യം, ഇപ്പൊ കുറച്ച് ആരോഗ്യം കുറവുള്ള ആളാണെങ്കിൽ നല്ല ആരോഗ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നല്ല ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുന്നു, ആരോഗ്യം ഉണ്ടാവുന്നു. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സമ്പാദിക്കാൻ പറ്റും. ഓക്കെ, നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം ഊഷ്മളമാകും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡെഫിനറ്റ് ഏരിയ ഓഫ് ലൈഫ് എടുക്കാം. അത് ഹെൽത്ത് ആവാം, കരിയർ ആവാം, മണിയാവാം, ഏതും എടുക്കാം. പക്ഷെ എടുക്കുന്ന ഒന്നുകൊണ്ട് ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന ഇതാക്കി മാറ്റണം. അപ്പോഴാണ് ഈ ഒരു ബാലൻസ് ഉണ്ട്, ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ട്. അല്ലാത്തവർക്ക് എന്ത് സംഭവിക്കുക വെച്ചാല് അവരെ നമുക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവർ ഒന്നിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ഒന്നിൽ നിന്നും അവർക്ക് മറ്റേതിലേക്കൊന്നും എന്താണ് മറ്റേതിലേക്കൊന്നും അവർക്കൊരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ മറ്റേതിലും നിങ്ങൾ എന്ത് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം, മറ്റേതിലേക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ഈ ഗോൾ സെറ്റിങ്ങിന് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഇമ്പാക്ട് നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് വിശ്വസിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ചന്ദ്രനിൽ പോയിട്ട് എനിക്കൊരു വീട് വെക്കണം എന്നുള്ള എൻ്റെ ഒരു സ്വപ്നം നടക്കുന്ന കാര്യം ഇപ്പോഴത്തെ കാലത്ത് നടക്കും, ബട്ട് ഇറ്റ് ഇസ് സോ ടൈം ടേക്കിംഗ്. അത് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് ചിലപ്പോൾ നടക്കും, ഇപ്പോഴത്തെ ശാസ്ത്ര പുരോഗമനം അനുസരിച്ച് ചിലപ്പോൾ നടക്കാനും നടക്കാതിരിക്കും എല്ലാം. പക്ഷെ അത് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ഇസ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാത്ത ഒരു ആഗ്രഹങ്ങളും ഗോൾസും ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് അച്ചീവ് ചെയ്യുമ്പോഴും, അപ്പൊ അത് ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ ഷോർട്ട് ടേം ഗോൾസ് ഒക്കെ ആക്കി നമ്മൾ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും, മുന്നോട്ടേക്ക് പോകുമ്പോൾ എൻ്റെ ആ വലിയ ഗോളിലേക്ക് നോക്കി എനിക്ക് കോൺഫിഡൻറ്റോട് കൂടിയിട്ട് എനിക്ക് എന്ത് പറയാൻ പറ്റുക, യെസ് ഐ ക്യാൻ അച്ചീവ് ദിസ് എന്നുള്ള ഒരു മെന്റാലിറ്റി, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എനിക്ക് എന്നിൽ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചോ, ഞാനിത് സാധിച്ചെടുക്കും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ശോകം, ഒരു ദുഃഖമാണ് വരണമെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർ ഗോൾ സെറ്റിംഗ്. നമുക്കത് ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇൻസ്പിറേഷൻ വരുന്നത്, ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. ഓക്കെ, അപ്പം ആ ഇൻസ്പിറേഷൻ നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് ചെറിയ 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 കാര്യങ്ങളാക്കി ബ്രേക്ക് ചെയ്ത് ആ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സെലിബ്രേറ്റും കൂടെ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സും ഒരു സക്സസ്ഫുൾനെസ്സും ഇതേപോലെ ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് മുന്നോട്ടേക്ക് പോവാൻ കിട്ടുക എന്നുള്ളതാണ്. സോ ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മുടെ ഉള്ള സ്മോൾ അച്ചീവ്മെന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു റീച്ച് അവർ ബിഗ് ഗോൾസ് എന്നുള്ളതാണ്. സോ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ
ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗോൾ സെറ്റിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കണം. നമ്മൾ പൊതുവേ പറയല് ഗോൾ സെറ്റിംഗ് ഒരു സ്മാർട്ട് ആയിരിക്കണം. എന്താണ് ഈ സ്മാർട്ടിന്റെ ഇപ്പൊ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ നമുക്ക് ചുരുക്കിയിട്ട് നമുക്ക് സ്മാർട്ട് എന്ന് പറയാം. സ്മാർട്ട് എന്ന് പറയുമ്പോൾ എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക്, എം എന്ന് പറയുന്നത് മെഷറബിൾ ആയിരിക്കണം, എ എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിരിക്കണം, ആർ എന്ന് പറയുന്നത് റെലവെന്റ് ആണ്, ടി എന്ന് പറയുന്നത് എന്താണ് ടൈം ബൗണ്ട് ആണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടി കൂടി ചേരുമ്പോഴാണ് ആ ഒരു ഗോള് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു എന്താണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. അപ്പൊ ഫോക്കസ് വിടാതെ നമുക്ക് ഇത് ഗോളിന്റെ അടുത്തുള്ള ഫോക്കസ് വിടാതെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റണം. അപ്പം ഈ സൂര്യൻ അല്ലെ, സൺലൈറ്റ് തരുന്നുണ്ട്. അപ്പൊ സൺലൈറ്റ് ഈ ഭൂമി മൊത്താകെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കിട്ടുന്ന സൺലൈറ്റ് നമ്മൾ ഒരു ലെൻസിലൂടെ ഫോക്കസ് ചെയ്ത് ആ എനർജി ഒന്നിലേക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് തീ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്നല്ല പറയുന്നത്, നല്ല ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ പരന്ന് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന സൺലൈറ്റിനെ എല്ലാം കൂടെ നമ്മൾ ഒറ്റ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് അവിടെ തീ ഉണ്ടത്. ഇതേപോലെ നമ്മുടെ ലൈഫിൽ പരന്ന് കിടക്കുന്ന കുറേ കാര്യങ്ങള്, ചിന്നി കിടക്കുന്ന കുറെ കാര്യങ്ങൾ എല്ലാം കൂടെ ഒരൊറ്റ പോയിന്റിലേക്ക്, ഒരൊറ്റ ഗോളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ അവിടെ അതുണ്ടാവാനുള്ള, നടക്കാനുള്ള, അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറ്റ് ഡെഫിനറ്റ്ലി വിൽ ഹാപ്പൻ. അപ്പം അതിന് ആദ്യം വി ഹാവ് ടു ബിലീവ് ഇൻ അവർ സെൽഫ്. അതാണ് പറയുന്നത്, അറ്റൈനബിൾ ആണെന്ന് നമുക്ക് തോന്നണം, വിശ്വസനീയമാവണം. അങ്ങനെ തോന്നുമ്പോഴാണ് അത് നടക്കുക. അല്ലാണ്ട് നമ്മൾ ഒരു വലിയ ഗോള് സെറ്റ് ചെയ്ത് പക്ഷെ അത് നടക്കുമെന്ന് നമുക്ക് തന്നെ ഉറപ്പില്ല, പിന്നെ അത് എങ്ങനെ നടക്കാനാ? ആദ്യം നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉറപ്പ് വേണം, ഒരു വിശ്വാസം വേണം. വി ഹാവ് ടു ഹാവ് ദ ഫെയ്ത്ത്. എന്ത് ഇതൊക്കെ നടക്കും, അല്ലെങ്കിൽ ഞാൻ ഇത് നടത്തിയെടുക്കും എന്നുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഊർജം കൂടെ ഉണ്ടാവുള്ളൂ, അല്ലെ? അല്ലാണ്ട് നടക്കാത്ത കാര്യത്തിന് വേണ്ടി ആരെങ്കിലും ഓടാൻ വേണ്ടി തയ്യാറാവൂ? നെവർ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഗോൾ സെറ്റിംഗ് നമ്മളുടെ പോകുന്നത്. ഒരുപാട് പറയാനുണ്ട് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പം ഇത് ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമാണ്. ദിസ് ഇസ് ജസ്റ്റ് എ ഗ്ലിംസ് മാത്രമാണ്. അപ്പൊ നമ്മളെപ്പോഴും ഒരു നമ്മുടെ ലൈഫിൽ നമ്മൾ ക്ലാരിറ്റിയോടുകൂടി, വ്യക്തതയോട് കൂടിയിട്ട് നമ്മൾ ഗോൾ സെറ്റ് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ മീനിങ് ഫുൾ ആവുന്നത്. നമ്മളെ ലൈഫ് ഹാപ്പിനെസ് ആണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ കപ്പലിന്റെ ഗതിയായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഫോക്കസിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. പണ്ട് ദ്രോണാചാര്യര് തന്റെ ശിഷ്യന്മാരുമായിട്ട് അമ്പു ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാട്ടിലേക്ക് പോയതാണ്. അപ്പൊ അവിടുന്ന് ശിഷ്യന്മാരോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ദ്രോണാചാര്യൻ എന്താണ് നിങ്ങൾ ഇവിടെ കാണുന്നത്? അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയുന്നു, അവിടെ കുറെ മല ഉണ്ട്, മരങ്ങളുണ്ട്, ചെടികളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഓക്കെ. അപ്പം ഇതില് അർജുനനോട് ചോദിച്ചപ്പോ അർജുനൻ പറയുന്നുണ്ട്, ഞാൻ കാണുന്നു. എന്താണ് കാണുന്നതെന്ന് ചോദിച്ചപ്പോ അർജുനൻ പറയാണ്, ഓക്കെ, ഞാനൊരു മരം കാണുന്നു. ആ മരത്തിന്റെ ചില്ലയിൽ ഒരു കൂടുണ്ട്. ആ കൂട്ടിൽ ഒരു പക്ഷിയുണ്ട്. ആ പക്ഷി ഒരു മുട്ട ഇട്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഒരാള് മാത്രമാണ് ഇത്രയും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. അതായത് നമ്മുടെ ചുറ്റും, നമ്മുടെ പെരിഫറൽ വ്യൂ ഒരുപാട് 360 ഡിഗ്രി നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ആ ഒരൊറ്റ കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിനെ നമുക്ക് വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന്. അപ്പൊ നമ്മളൊരു കാര്യത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങുമ്പോൾ, ഗോളൊക്കെ സെറ്റ് ചെയ്ത് മുന്നിട്ട് ഇറങ്ങുമ്പോൾ എപ്പോഴും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ വിജയിച്ചു കൊള്ളണം എന്നില്ല. ചിലപ്പോൾ അവിടെ നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവാം. ഫെയിലിയേഴ്സ് ഉണ്ടായിക്കോട്ടെ, പ്രശ്നമല്ല. പക്ഷെ അവിടെ നമ്മൾക്കത് നേടണം എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നമ്മൾ ആ ഗോള് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടാലും വീണ്ടും നമ്മൾ ട്രൈ ചെയ്യും. അതായത് ഒരു ട്രൈ ചെയ്തിട്ട് ഏത് സ്ട്രാറ്റജി വെച്ചിട്ടാണ് ചെയ്തിട്ട് എക്സ്ക്യൂസ് മീ, ഏത് സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടാണോ പരാജയപ്പെട്ടത് അതിന് പിന്നെ മാറ്റി പിടിച്ചിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് പുതിയ സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ട് അതിനെ പിന്നെ നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ. അപ്പം എക്സ്ക്യൂസ് മീ. അപ്പം ഇതേപോലെ ഇതേപോലെ നമുക്ക് കിട്ടുന്ന നമ്മള് ഓരോ പ്രാവശ്യം എത്ര പരാജയങ്ങൾ നേരിട്ടാലും ആ
വിജയത്തിലേക്ക് എത്തുന്നത് വരെ നമ്മൾ എങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ ഗോളിലേക്ക് എത്തുക. അപ്പൊ ഗോള് സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് ഇരുന്നാൽ മതി, ബാക്കിയൊക്കെ അത് അങ്ങോട്ട് നടക്കും എന്നുള്ളതല്ല. നമ്മൾ ആക്ഷൻ എടുക്കണം. ആ ആക്ഷൻ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ വേഗം വിജയത്തിലേക്കും എത്താം. പക്ഷെ പരാജയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യരുത്, മനം മടുക്കാതെ നമുക്ക് അതിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമ്പോഴാണ് പിന്നെ ട്രൈ ചെയ്ത് ഞാനത് നേടിയെടുക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ ഗോളിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് നോക്കിയാലും അവർ അവർ പെട്ടെന്ന് ഒരു ദിവസം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളല്ല. അവരൊക്കെ ഒരുപാട് പരാജയത്തിലൂടെ പാഠങ്ങൾ പഠിച്ചിട്ടാണ് അവർ വിജയത്തിലേക്ക് മുന്നേറിയത് എന്നുള്ളതാണ്. അവരുടെ ലൈഫ് പെട്ടെന്ന് ഒരു ദിവസം വിടർന്നതൊന്നും അല്ല, അല്ലെ? ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെടുത്താലും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് നമ്മൾ മോട്ടിവേഷൻ കണ്ടെത്തണം. നമ്മൾ എപ്പോഴും എന്താണ്, അവരുടെ പരാജയങ്ങളും കൂടി പഠിച്ചിട്ട് അതിൽ നിന്ന് മോട്ടിവേഷൻ കണ്ടെത്തണം. നിങ്ങളൊരു 100 ദിവസം ഒരു 100 സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കഥകൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കേട്ടു, അതായത് 1 ഡേ ഈച്ച് സക്സസ്ഫുൾ ഓരോ സക്സസ്ഫുൾ പേഴ്സണിന്റെ എടുത്തിട്ട് അവർ കഥകൾ ഇങ്ങനെ കേട്ട് തുടങ്ങിയാൽ 101ാമത്തെ ദിവസം യു വിൽ ബിക്കം എ സക്സസ്ഫുൾ പേഴ്സൺ. പക്ക ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യമല്ല. നമ്മുടെ മൈൻഡില് ഭയങ്കര ഷിഫ്റ്റ് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ അത് ചെയ്യുമ്പോഴാണ് അത് നമ്മളിലേക്ക് ആ ഒരു ചേഞ്ച് നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ അവർ ലൈഫ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തിണ്ടെങ്കിലും ഒരു കാര്യം, അതൊരു വീട് വാങ്ങുന്നതാവാം, ഒരു കാറ് വാങ്ങുന്നത്, പലർക്കും പല രീതിയിലാണ് സ്വപ്നങ്ങൾ ഉണ്ടാവുക. ചിലർക്ക് പുറത്ത് പോയിട്ട്, അതായത് അബ്രോഡ് പോയി പഠിക്കുന്നതാവാം, കുട്ടികളാണെങ്കിൽ അബ്രോഡ് പോയിട്ട് പഠിക്കുന്നവരാണ്. ശരിക്കും അവരുടെ സ്വപ്നതുല്യമായ ഒരു ജോലി എത്തുന്നതാവാം. വാട്ട് എവർ ബി യുവർ ഗോൾ, നിങ്ങളുടെ ഗോൾ എന്തുമോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് എഴുതി നിങ്ങൾക്ക് എപ്പോഴും നോക്കി കാണാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു വർക്ക് ഫോർ യു. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് എന്റെ ലൈഫിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ലൈഫിലും സംഭവിക്കും. അത് ഒരാളിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. ഒരു മനുഷ്യനിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മനുഷ്യനും വേറൊരു ഹ്യൂമൻ ബീങ്ങിനും അത് സംഭവിപ്പിക്കാനുള്ള എല്ലാവിധ കഴിവുകളും എന്തുണ്ട്, അവർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ടാപ്പ് ചെയ്യണം. ഒരിക്കലും ഒരു മനുഷ്യന്റെ അപാരമായ കഴിവുകൾ കൊണ്ട് മാത്രമല്ല ഒരാൾ രക്ഷപ്പെടുന്നത്, അയാളുടെ മൈൻഡ് സെറ്റും കൂടെ ആണ് അതിൽ ഇൻവോൾവ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്ക് ടൈസന്റെ ലെറ്റർ എടുത്ത് നോക്കുമ്പോൾ അയാൾ അതിൽ പറയുന്നത് 10% മാത്രമേ ഉള്ളൂ എന്റെ എബിലിറ്റി, ബാക്കി 90% ഗോസ് ടു ദി മൈൻഡ് സെറ്റ് എന്നാണ് പറയുന്നത്. അയാളുടെ പിന്നെ മൈൻഡ് സെറ്റിനാണ് അയാൾ 90% ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെ നമ്മളെ കാണുന്നു, നമ്മളെ എവിടെ പൊസിഷൻ ചെയ്യുന്നു, എനിക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. എന്റെ ഗോൾസിലേക്ക് നോക്കിയിട്ട് എനിക്ക് അതിനെ വിഷ്വലൈസ് ചെയ്ത് ഡ്രീം ചെയ്ത് അത് നമുക്ക് പിന്നെ ആക്ഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അത് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് എന്നതാണ്. സോ ലക്ഷ്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. കാരണം ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ലൈഫിന് ഒരു ഡയറക്ഷൻ ഉള്ളൂ. സോ ഈ ലൈഫിന് ഒരു ഡയറക്ഷനോട് കൂടിയിട്ട് നമുക്ക് അത് ഉണ്ടാവുമ്പോഴാണ് നമ്മളെ ലൈഫിന് നമുക്കൊരു നമ്മുടെ ലൈഫിന്റെ അറ്റത്തൊക്കെ എത്തുമ്പോൾ യെസ്, ഞാൻ ജീവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുക, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ നല്ല ലക്ഷ്യങ്ങൾ കണ്ടെത്താനും അത് എഴുതി വെക്കാനും ഈ ഒരു ന്യൂ ഇയറിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. പിന്നെ അതോടുകൂടി ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഫീഡ്ബാക്സ് ഒക്കെ ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ.